തിരുമാന്ധാംകുന്ന് പൂരത്തിന് വെടിക്കെട്ടുണ്ടായിരുന്നു ട്ടോ. അതിന് വേണ്ടിയിട്ട് എല്ലാവരും ബൈക്കൊക്കെ സൈഡിൽ പാർക്ക് ചെയ്ത് പാടത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങളപ്പോഴത്തേക്കും തലേ ദിവസമായിരുന്നു വിഷുവിന് പടക്കം വാങ്ങാൻ കണ്ട മുഹൂർത്തം. ഒന്നും നോക്കിയില്ലേ രാത്രി 9 മണി ആയിട്ടുണ്ടെങ്കിലും ഞങ്ങള് പടക്കക്കടയൊക്കെ എന്തായാലും ഓപ്പൺ ആവുന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാനും കുട്ടും കൂടെ ഒരുമിച്ച് കുട്ടൂനെ ഞാൻ കുത്തിപ്പൊക്കിയും കൊണ്ട് പോയതായിരുന്നു ട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഈ വിഷുക്കണിയൊക്കെ കണ്ടതിന് ശേഷം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈനീട്ടം കൊടുക്കലും വാങ്ങലും ഒക്കെ ആയിരുന്നു ട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര രൂപ മൊത്തം കൈനീട്ടം കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് ട്ടോ. അച്ഛനും അമ്മയും മുത്തശ്ശിയും അമ്മായിയും അങ്ങനെ അമ്മാവന്മാരും എല്ലാവരും ഇത്തവണ കൈനീട്ടം തന്നിട്ടുണ്ടായിരുന്നു. ഈ വിഷുവിന്റെ അന്നാണല്ലേ നമുക്ക് കൂടുതൽ സന്തോഷാവുക. കാരണം പൈസ ഇങ്ങട് ഇങ്ങനെ കിട്ടുകയല്ലേ. മാള് പറയാണ് എന്നിട്ട് ഇന്ന് പിന്നെ നമസ്കരിക്കലോട് നമസ്കരിക്കലാവുമല്ലോ അമ്മച്ചിട്ടേ. അങ്ങനെ രാവിലെ എണീറ്റ് കണിയൊക്കെ കണ്ടതിന് ശേഷം രാവിലെ അമ്പലത്തിൽ പോയതിന് ശേഷം എല്ലാവരും കൈനീട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങുക. കുഞ്ഞാവിടെ കൈനീട്ടം വാങ്ങിക്കലാ സഹിക്കാൻ പറ്റാത്ത ചിരിച്ച് 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 ചാവൂട്ടോ. കൈനീട്ടം വാങ്ങിക്കഴിഞ്ഞാൽ കാലില് വീണെന്ന് ആരും പറഞ്ഞ് പഠിപ്പിച്ചതൊന്നല്ല കേട്ടോ. പക്ഷെ മാള് ഒരു പ്രാവശ്യം ചെയ്യുന്നത് കണ്ടത് പഠിച്ചെടുത്തതാണേ. അപ്പൊ ഞാൻ പറഞ്ഞത് മറക്കണ്ട. നിങ്ങൾക്ക് എത്ര രൂപ കൈനീട്ടം കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.